ഹായ് ഫ്രണ്ട്സ്, PSC ലേണിംഗ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂലൈ 18 നടക്കാനിരിക്കുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശീലന ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ PSC പ്രീവിയസ് ഇയറിൽ LGS ലെവലിൽ നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നടത്തുന്നത്. വരാനിരിക്കുന്ന LGS പരീക്ഷയ്ക്ക് ഈ ഒരു ചോദ്യപേപ്പർ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നായിരിക്കും. 100 ചോദ്യങ്ങളും അവയോടനുബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ വസ്തുതകളും ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളുമാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. മാത്സിൻ്റെ ചോദ്യങ്ങളെല്ലാം തന്നെ ചെയ്തു നോക്കി ഉത്തരത്തിലേക്ക് എത്തേണ്ട എളുപ്പമാർഗം കൂടിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 28/2023 എന്ന ചോദ്യപേപ്പർ കോഡിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കാം. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിലെ ഭൂപ്രദേശം ഏത്? സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിലെ ഭൂപ്രദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഇടനാട്. ഓപ്ഷൻ എ ഇടനാടാണ് ശരിയായിട്ടുള്ള ഉത്തരം. കേരളത്തിൻ്റെ ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്: തീരദേശം, ഇടനാട്, മലനാട്. നമ്മൾ ഭൂപ്രകൃതി 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്: മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെയാണ്. കേരളത്തിലെ ഭൂരിഭാഗം മലകളും താഴ്വരകളും ഒക്കെ കാണപ്പെടുന്നത് ഇടനാട്ടിലാണ്. അടുത്തത് രണ്ടാമത്തെ ചോദ്യം. 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ഉപദ്വീപ്. ഓപ്ഷൻ ബി ഉപദ്വീപ് എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട കരഭാഗത്തിന് പറയുന്ന പേര് ദ്വീപ് എന്നാണ്. 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗം ഉപദ്വീപ് എന്ന പേരിൽ അറിയപ്പെടുന്നു. 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട കരഭാഗത്തിന് ദ്വീപ് എന്നാണ് പറയുന്നത്. ഇന്ത്യ ഒരു ഉപദ്വീപാണ്. അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ, അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രം എന്നിവയാൽ ചുറ്റപ്പെട്ടതാണ് ഇന്ത്യ. അടുത്തത് മൂന്നാമത്തെ ചോദ്യം. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ദേശീയ ഉദ്യാനം. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ദേശീയ ഉദ്യാനം. ഉത്തരം ഓപ്ഷൻ സി ഇരവികുളം. ഓപ്ഷൻ സി ഇരവികുളമാണ് ശരിയായിട്ടുള്ള ഉത്തരം. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനമാണിത്. 1978 വർഷം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ്. നാലാമത്തെ ചോദ്യം. പ്രസിദ്ധമായ മാർത്താണ്ഡവർമ്മ പാലം കേരളത്തിലെ ഏതു നദിക്ക് കുറുകെയാണ്? പ്രസിദ്ധമായ മാർത്താണ്ഡവർമ്മ പാലം കേരളത്തിലെ ഏതു നദിക്ക് കുറുകെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി പെരിയാർ. ഓപ്ഷൻ ഡി പെരിയാർ ആണ് ഉത്തരം. ആലുവയിൽ പെരിയാറിന് കുറുകെയാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. 1940 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ഇത് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം. ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള കേരളത്തിലെ ജില്ല. ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള കേരളത്തിലെ ജില്ല. ഉത്തരം ഓപ്ഷൻ എ ആലപ്പുഴ. ഉത്തരം ഓപ്ഷൻ എ ആലപ്പുഴയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂരാണ്. ഏറ്റവും കുറവ് കടൽ തീരം കൊല്ലമാണെന്ന് കൂടി ഓർത്തിരിക്കുക. ആറാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം. ഉത്തരം ഓപ്ഷൻ സി പരുത്തിത്തുണി വ്യവസായം. ഓപ്ഷൻ സി പരുത്തിത്തുണി വ്യവസായമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിൽ നൽകുന്ന രണ്ടാമത്തെ മേഖലയാണിത്. ആദ്യത്തേത് കൃഷിയാണ്. അതുപോലെ തന്നെ പരുത്തി ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഗുജറാത്താണ്. ഏഴാമത്തെ ചോദ്യം. പ്രതിമകളുടെ നഗരം എന്ന് വിശേഷണമുള്ള കേരളത്തിലെ ജില്ല. പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ള കേരളത്തിലെ ജില്ല. ഓപ്ഷൻ സി തിരുവനന്തപുരം. ഓപ്ഷൻ സി തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയാണ് പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിച്ചിട്ടുള്ളത്. എട്ടാമത്തെ ചോദ്യം.
ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ഡി ജാർഖണ്ഡ്. ഓപ്ഷൻ ഡി ജാർഖണ്ഡ് ആണ്. ജാർഖണ്ഡിലെ സാരിയ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം എന്നും ഇവിടം അറിയപ്പെടുന്നുണ്ട്. 9ാമത്തെ ചോദ്യം. ഹരിതമിത്ര പുരസ്കാരം ഏതിനത്തിലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? ഹരിതമിത്ര പുരസ്കാരം ഏതിനത്തിലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി പച്ചക്കറി കർഷകൻ. ഓപ്ഷൻ ബി പച്ചക്കറി കർഷകൻ. സംസ്ഥാനത്തെ ഹോർട്ടിക്കൾച്ചർ മിഷൻ മികച്ച പച്ചക്കറി കർഷകർക്ക് നൽകുന്ന പുരസ്കാരമാണിത്. 10ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ഏത്? ഉത്തരം ഓപ്ഷൻ എ ജോഗ് ഫോൾസ് വെള്ളച്ചാട്ടം. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടമാണ് ജോഗ് ഫോൾസ് വെള്ളച്ചാട്ടം. കർണാടകയിലെ ശരാവതി നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉയരമുള്ള വെള്ളച്ചാട്ടം ജോഗ് ഫോൾ വെള്ളച്ചാട്ടമാണ്. അടുത്ത ചോദ്യം. 11ാമത്തെ ചോദ്യം. കേരളത്തിന്റെ കാശ്മീർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം. കേരളത്തിന്റെ കാശ്മീർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം ഓപ്ഷൻ ഡി മൂന്നാറാണ്. ഓപ്ഷൻ ഡി മൂന്നാറാണ് കേരളത്തിന്റെ കാശ്മീർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ദക്ഷിണ കാശ്മീർ എന്നും മൂന്നാർ അറിയപ്പെടുന്നുണ്ട്. 3 നദികളുടെ സംഗമ സ്ഥാനമാണ് മൂന്നാർ. ഏതൊക്കെയാണ്? മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള തുടങ്ങിയ 3 നദികളുടെ സംഗമ സ്ഥലമാണ് മൂന്നാർ. അതുപോലെ തന്നെ മൂന്നാറിലെ പ്രധാനപ്പെട്ട ഒരു ആകർഷണമാണ് 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി. 12ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ തദ്ദേശീയമായ COVID-19 വാക്സിൻ ഏതാണ്? ഇന്ത്യയുടെ തദ്ദേശീയമായ COVID-19 വാക്സിൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി കോവാക്സിൻ. ഓപ്ഷൻ സി കോവാക്സിൻ ആണ്. ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള ഭാരത് ബയോടെക് ICMR-യുമായിട്ട് ചേർന്നാണ് കോവാക്സിൻ വികസിപ്പിച്ചെടുത്തത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നൽകി തുടങ്ങിയ മറ്റൊരു പ്രധാനപ്പെട്ട വാക്സിൻ കോവിൻഷീൽഡ്. ഇത് നിർമ്മിച്ചത് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയാണ്. 13ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഓപ്ഷൻ ഡി പള്ളിവാസൽ. ഓപ്ഷൻ ഡി പള്ളിവാസൽ. 1940-ലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലെ മുതിരപ്പുഴ ആറിലാണ് പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. 14ാമത്തെ ചോദ്യം. വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി പ്രൊജക്ട് ഗ്രീൻ ഗ്രാസ്. ഓപ്ഷൻ ബി പ്രൊജക്ട് ഗ്രീൻ ഗ്രാസ് ആണ്. വനമേഖലകളിലെ പ്ലാസ്റ്റിക് മലിനീകരണം തടയുന്നതിനും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മാലിന്യമുക്തമാക്കുന്നതിനുമാണ് ഈ പദ്ധതി ലക്ഷ്യമാക്കിയിരിക്കുന്നത്. 15ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യ ശുചിത്വ പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ ശുചിത്വ പഞ്ചായത്ത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ പോത്തുങ്കൽ. ഓപ്ഷൻ എ പോത്തുങ്കൽ. കേരളത്തിലെ ആദ്യ ശുചിത്വ പഞ്ചായത്ത് പോത്തുങ്കലാണ്. മലപ്പുറം ജില്ലയിലാണ് പോത്തുങ്കൽ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. സമ്പൂർണ്ണ ശുചിത്വ പദവി നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്താണിത്. 16ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് അറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഉത്തര മഹാസമതലം. ഓപ്ഷൻ ബി ഉത്തര മഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ ഫലമായിട്ടാണ് ഈ സമതലം രൂപം കൊണ്ടത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ സമതലങ്ങളിൽ ഒന്നാണ് ഉത്തരമഹാസമതലം. 17ാമത്തെ ചോദ്യം. ഷോളയാർ അണക്കെട്ട് ഏതു നദിയുമായി ബന്ധപ്പെട്ടതാണ്? ഷോളയാർ അണക്കെട്ട് ഏതു നദിയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ എ ചാലക്കുടി പുഴ. ഓപ്ഷൻ എ ചാലക്കുടി പുഴ. തൃശ്ശൂർ ജില്ലയിലാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാടിനും കേരളത്തിനും ഈ അണക്കെട്ടിൽ പ്രത്യേക ഭാഗങ്ങളുണ്ട്. ഷോളയാർ അണക്കെട്ട് ഏതു നദിയുമായി ബന്ധപ്പെട്ടതാണ്? ചാലക്കുടി പുഴയുമായി ബന്ധപ്പെട്ടതാണ്. 18ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം. ഉത്തരം ഓപ്ഷൻ എ പൂക്കോട് തടാകം. ഓപ്ഷൻ എ പൂക്കോട് തടാകം. വയനാട് ജില്ലയിലാണ് പൂക്കോട് തടാകം. ഇതിൻ്റെ ആകൃതി ഇന്ത്യയുടെ ഭൂപടത്തിന് സമാനമാണ്. ഏറ്റവും വലിയ ശുദ്ധജല തടാകം കേരളത്തിലേത്? ശാസ്താംകോട്ട തടാകമാണ്. അടുത്തത് 19ാമത്തെ ചോദ്യം. കേരളത്തിൽ ആദ്യമായി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത ജില്ല. കേരളത്തിൽ ആദ്യമായി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത ജില്ല ഓപ്ഷൻ എ കോഴിക്കോടാണ്. ഓപ്ഷൻ എ കോഴിക്കോടാണ്. 2018-ലാണ് കേരളത്തിൽ ആദ്യമായിട്ട് നിപ്പ
വൈറസ് റിപ്പോർട്ട് ചെയ്തത്. അടുത്തത് 20ാമത്തെ ചോദ്യം. ദണ്ഡി കടപ്പുറം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഓപ്ഷൻ ബി ഗുജറാത്താണ്. 1930 ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായാണ് ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡിയിലേക്ക് യാത്ര നടത്തിയത്. 21ാമത്തെ ചോദ്യം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് ആരാണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് ഓപ്ഷൻ എ കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് കെ കേളപ്പനാണ്. 1931-32 കാലഘട്ടത്തിലാണ് ഈ സമരം നടന്നത്. ഈ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലനായിരുന്നു. ഈ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് എ കെ ഗോപാലനായിരുന്നു. എന്നാൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. അടുത്തത് 22ാമത്തെ ചോദ്യം. സംസ്ഥാന ലിസ്റ്റിൽ പെടുന്നവ. 22ാമത്തെ ചോദ്യം. സംസ്ഥാന ലിസ്റ്റിൽ പെടുന്നവ ഏതാണ്? ഉത്തരം തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ സി പോലീസ് ആണ് സംസ്ഥാന ലിസ്റ്റിൽ പെടുന്നത്. റെയിൽവേ, വാർത്താവിനിമയം എന്നിവ കേന്ദ്ര ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്, അഥവാ യൂണിയൻ ലിസ്റ്റിൽ. ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നതെന്ന് കൂടി ഓർത്തിരിക്കുക. അടുത്തത് 23ാമത്തെ ചോദ്യം. രവികുമാർ ദഹിയ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രവികുമാർ ദഹിയ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി സ്പോർട്സ്. ഓപ്ഷൻ ഡി സ്പോർട്സ് ആണ്. ഗുസ്തി താരമാണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ അദ്ദേഹം വെള്ളി മെഡൽ നേടിയിട്ടുണ്ട്. രവികുമാർ ദഹിയ സ്പോർട്സുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഗുസ്തി താരമാണെന്ന് കൂടി ഓർത്തിരിക്കുക. 24ാമത്തെ ചോദ്യം. ഉത്തരവാദിത്ത ഭരണ സംവിധാനത്തിന് ഉചിതമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുവാൻ നിയമിക്കപ്പെട്ടത്. ഉത്തരവാദിത്ത ഭരണ സംവിധാനത്തിന് ഉചിതമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുവാൻ നിയമിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി സൈമൺ കമ്മീഷൻ. ഓപ്ഷൻ സി സൈമൺ കമ്മീഷനാണ് ഉത്തരം. 1928 ഇന്ത്യയിലെത്തിയ ഈ കമ്മീഷനിൽ ഇന്ത്യക്കാർ ആരും തന്നെ അംഗങ്ങളല്ലാത്തതിനാൽ സൈമൺ ഗോബാക്ക് എന്നുള്ള വൻ പ്രതിഷേധം നേരിടേണ്ടി വരികയും ചെയ്തിരുന്നു. 1928 ഈ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത് എന്നുകൂടി ഓർത്തിരിക്കുക. 25ാമത്തെ ചോദ്യം. ഗാന്ധിജി ദണ്ഡി യാത്രയോടുകൂടി ആരംഭിച്ച പ്രക്ഷോഭം. ഗാന്ധിജി ദണ്ഡി യാത്രയോടുകൂടി ആരംഭിച്ച പ്രക്ഷോഭം. ഉത്തരം ഓപ്ഷൻ എ സിവിൽ ആജ്ഞാ ലംഘനം. ഓപ്ഷൻ എ സിവിൽ ആജ്ഞാ ലംഘനം. 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡിയിലേക്ക് ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത്. 26ാമത്തെ ചോദ്യം. കോട്ടയത്തെ രാജാവായിരുന്നു ആര്? ഓപ്ഷൻ ഡി പഴശ്ശിരാജ. കോട്ടയം രാജാവ് എന്ന പേരിലാണ് അറിയപ്പെട്ടത് പഴശ്ശിരാജ. ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയ ഇദ്ദേഹം കേരള സിംഹം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 27ാമത്തെ ചോദ്യം. ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന്റെ കീഴിലായിരുന്നു എവിടം? ഓപ്ഷൻ ബി മലബാർ. ഓപ്ഷൻ ബി മലബാർ. ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നു മലബാർ. തിരുവിതാംകൂറും കൊച്ചിയും നാട്ടുരാജ്യങ്ങളായിരുന്നപ്പോൾ മലബാർ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മദ്രാസ് പ്രസിഡൻസിക്ക് കീഴിലായിരുന്നുവെന്ന് ഓർത്തിരിക്കുക. 28ാമത്തെ ചോദ്യം. വൈക്കം സത്യാഗ്രഹത്തിൽ തമിഴ്നാട്ടിൽ നിന്നും പങ്കെടുത്തവരിൽ പ്രധാനി ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ഇ വി രാമസ്വാമി നായിക്കർ. വൈക്കം സത്യാഗ്രഹത്തിൽ തമിഴ്നാട്ടിൽ നിന്നും പങ്കെടുത്ത പ്രധാനി ആരാണ്? ഇ വി രാമസ്വാമി നായിക്കറാണ്. വൈക്കം സത്യാഗ്രഹത്തിലെ പോരാട്ട വീര്യം കണക്കിലെടുത്ത് അദ്ദേഹം തമിഴ്നാട്ടിൽ വൈക്കം വീരർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 29ാമത്തെ ചോദ്യം. സ്വാമിത്തോപ്പ് എന്ന സ്ഥലം ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ജന്മസ്ഥലമാണ്? സ്വാമിത്തോപ്പ് എന്ന സ്ഥലം ഏതു സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ജന്മസ്ഥലമാണ്? ഉത്തരം ഓപ്ഷൻ സി അയ്യ വൈകുണ്ഠസ്വാമി. ഓപ്ഷൻ സി അയ്യ വൈകുണ്ഠസ്വാമിയാണ് ഉത്തരം. കന്യാകുമാരിക്കടുത്തുള്ള ശാസ്താംകോവിൽ ഇന്നത്തെ സ്വാമിത്തോമ്പാണ് ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. സമത്വ സമാജം 1836 സ്ഥാപിച്ചത് അയ്യ വൈകുണ്ഠസ്വാമികളാണ്. അഖില തിരുട്ട്, അരുൾ നൂൽ എന്നിവ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. 30ാമത്തെ ചോദ്യം. മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് ഏത്? മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഭാഗം 4A. ഓപ്ഷൻ ഡി ഭാഗം 4A മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത്. അടുത്തത് 31.
ബേലൂർ മഠം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടന ഏതാണ്? ബേലൂർ മഠം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി രാമകൃഷ്ണ മിഷൻ. ഓപ്ഷൻ ബി രാമകൃഷ്ണ മിഷൻ. 1897 സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. പശ്ചിമ ബംഗാളിലെ ഹൗറയിലാണ് ബേലൂർ മഠം സ്ഥിതി ചെയ്യുന്നത്. 32ാമത്തെ ചോദ്യം, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആരാണ്? പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആരാണ്? 2023 ചോദ്യപേപ്പർ വെച്ചിട്ട് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ മുഹമ്മദ് റിയാസ് ആണ്. 2023 ആൻസർ കീ പ്രകാരം ഉത്തരം വരുന്നത് മുഹമ്മദ് റിയാസ് ആണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, നിലവിൽ 2026 പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീറാണ് പൊതുമരാമത്ത് മന്ത്രി ഇപ്പോഴുള്ളത്. അടുത്തത് 33ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണ സംവിധാനം വിഭാവനം ചെയ്തത്? തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണ സംവിധാനം വിഭാവനം ചെയ്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി സി പി രാമസ്വാമി അയ്യർ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നത് പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട പ്രശസ്തമായ മുദ്രാവാക്യമാണ്. തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാനായിരുന്നു സർ സി പി രാമസ്വാമി അയ്യർ. 34ാമത്തെ ചോദ്യം, പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത് ആരാണ്? പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആര്യപ്പള്ളം. കൊച്ചിയിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു സമരമാണ് പാലിയം സത്യാഗ്രഹം. 1947-48 കാലഘട്ടം. സമരത്തിലുണ്ടായ ലാത്തിചാർജിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷിയാണ് AG വേലായുധൻ. അടുത്ത ചോദ്യം, 35ാമത്തെ ചോദ്യം, സ്പീക്കർ രാജി സമർപ്പിക്കുന്നത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ സി ഡെപ്യൂട്ടി സ്പീക്കർക്ക്. സ്പീക്കർ രാജി സമർപ്പിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 94 ലോകസഭയും അതുപോലെ തന്നെ 179 നിയമസഭ എന്നിവ പ്രകാരമാണ് സ്പീക്കർ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് സമർപ്പിക്കേണ്ടത്. 36, പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ചീഫ് ജസ്റ്റിസ് ആണ് പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിൽ കോടതിയിലെ ഏറ്റവും മുതിർന്ന ജഡ്ജിയാണ് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ടത്. 37ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഡയമണ്ട് ഏറ്റവും കൂടുതലായി കാണുന്ന സംസ്ഥാനം? ഇന്ത്യയിൽ ഡയമണ്ട് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന സംസ്ഥാനം ഓപ്ഷൻ സി മധ്യപ്രദേശാണ്. മധ്യപ്രദേശിലെ പന്ന ഖനികളിലാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വജ്ര ഉൽപാദന കേന്ദ്രം. 38ാമത്തെ ചോദ്യം, റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ബി മുംബൈ. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈയാണ്. 1935 കൊൽക്കത്തയിൽ സ്ഥാപിതമായ റിസർവ് ബാങ്ക് അഥവാ RBIയുടെ ആസ്ഥാനം 1937 മുംബൈയിലേക്ക് മാറ്റിയത്. 39ാമത്തെ ചോദ്യം, പ്ലാസ്റ്റിക് മണി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ക്രെഡിറ്റ് കാർഡ്. പ്ലാസ്റ്റിക് മണി എന്നറിയപ്പെടുന്നത് ക്രെഡിറ്റ് കാർഡിനെയാണ്. അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് പുറമെ ഡെബിറ്റ് കാർഡുകൾക്കും പ്ലാസ്റ്റിക് മണി എന്ന പേര് അറിയപ്പെടാറുണ്ട്. 40ാമത്തെ ചോദ്യം, ലോകബാങ്കിന്റെ മറ്റൊരു പേര്? ഉത്തരം ഓപ്ഷൻ എ IBRD എന്നാൽ ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ്. ലോകബാങ്കിന്റെ ആസ്ഥാനം അമേരിക്കയിലെ വാഷിംഗ്ടൺ DC ആണ്. 41ാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ള 2 പ്രസ്താവനകളിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കുന്നത്: 1. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയുടെ ദാരിദ്ര്യരേഖയെക്കുറിച്ച് ആദ്യം വിശകലനം നടത്തിയത് ദാദാഭായി നവറോജിയാണ്. ശരിയാണ്. അതുപോലെ തന്നെ ജയിൽ ജീവിത ചെലവ് എന്ന ആശയം ദാദാഭായി നവറോജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയാണ്. അതുകൊണ്ട് തന്നെ 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം.
ഇന്ത്യയുടെ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നത്. അടുത്തത് 42. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, പ്രധാനമന്ത്രി. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. 1950 പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത്. ഇപ്പോൾ പ്ലാനിംഗ് കമ്മീഷന് പകരം നീതി ആയോഗാണ് നിലവിലുള്ളത്. 2015 മുതൽ നീതി ആയോഗ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ അധ്യക്ഷനും പ്രധാനമന്ത്രിയാണ്. 43 ചോദ്യം. ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് ഉത്തരം ഓപ്ഷൻ എ, ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ്. ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബെർലോഗ് ആണെന്ന് ഓർത്തിരിക്കുക. 44. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ പഞ്ചായത്ത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, വെള്ളനാട്. ഓപ്ഷൻ ബി, വെള്ളനാട്. തിരുവനന്തപുരം ജില്ലയിലാണ് വെള്ളനാട് പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. 45 ചോദ്യം. ശരിയായ ജോഡി ഏത്? 45 ചോദ്യം. ശരിയായ ജോഡി ഏത്? തന്നിട്ടുള്ളതിൽ ശരിയായ ജോഡി ഓപ്ഷൻ സി ആണ്. വള്ളത്തോൾ പുരസ്കാരം മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ്. ഇതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. വള്ളത്തോൾ പുരസ്കാരം ഏർപ്പെടുത്തിയത് 1991 മുതലാണ്. ആദ്യത്തെ ജേതാവായിട്ട് പാലാ നാരായണ മേനോനാണ്. അതുപോലെ തന്നെ ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തിയത് ജി ശങ്കരക്കുറുപ്പാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ 46 ചോദ്യം നോക്കാം. ഹിപ്പപ്പൊട്ടാമസ് ചുവന്ന വിയർപ്പുള്ള ജീവി എന്നാണ് അറിയപ്പെടുന്നത്. തൊലിപ്പുറത്ത് കാണപ്പെടുന്ന ചുവന്ന തുള്ളികൾ എന്താണ്? ഉത്തരം ഓപ്ഷൻ സി, സ്രവമാണ്. ഓപ്ഷൻ സി, സ്രവമാണ്. ഇതിനെ ബ്ലഡ് സ്വെറ്റ് എന്ന് വിളിക്കുമെങ്കിൽ ഇത് രക്തമോ വിയർപ്പോ അല്ല. സൂര്യപ്രകാശത്തിൽ നിന്നും ബാക്ടീരിയകളിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഒരുതരം എണ്ണമയമുള്ള ദ്രാവകമാണെന്ന് ഓർത്തിരിക്കുക. 47 ചോദ്യം. പക്ഷിപ്പാട്ട്, കപ്പപ്പാട്ട് എന്നിവ ഏത് സംഗീത വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ ബി, മാപ്പിളപ്പാട്ടുകൾ. ഓപ്ഷൻ ബി, മാപ്പിളപ്പാട്ടുകൾ. 48 ചോദ്യം. തെറ്റായ ജോഡി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഡേവിഡ് കപ്പ്, ബാഡ്മിന്റൺ എന്നതാണ് തെറ്റായ ജോഡി. ഓപ്ഷൻ ഡി ആണ് കറുപ്പിക്കേണ്ടത്. ഡേവിഡ് കപ്പ്, ബാഡ്മിന്റൺ എന്നതാണ് തെറ്റായ ജോഡി. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം തന്നിട്ടുള്ളത്. ഡേവിഡ് കപ്പ് പുരുഷന്മാരുടെ ടെന്നീസ് മത്സരവുമായി ബന്ധപ്പെട്ടതാണ്. ബാഡ്മിന്റനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കപ്പുകൾ തോമസ് കപ്പ് പുരുഷന്മാര്, ഉബർ കപ്പ് സ്ത്രീകൾ. ഓർത്തിരിക്കുക. അടുത്തത് 49 ചോദ്യമാണ്. ഈയിടെ അന്തരിച്ച അകിത മിയാവാക്കി ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഉത്തരം ഓപ്ഷൻ എ, പരിസ്ഥിതി. ഓപ്ഷൻ എ, പരിസ്ഥിതിയാണ് ഉത്തരം. ഈയിടെ അന്തരിച്ച അകിത മിയാവാക്കി ഏതു മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഉത്തരം ഓപ്ഷൻ എ, പരിസ്ഥിതി. 50 ചോദ്യം. 2021 മെയ്യിൽ കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ തീരപ്രദേശത്ത് നാശം വിതച്ച അതിതീവ്രത ചുഴലിക്കാറ്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ടൗട്ടെ. ഓപ്ഷൻ ഡി, ടൗട്ടെ ആണ്. ഈ പേര് നൽകിയ രാജ്യം മ്യാൻമാർ ആണ് എന്നുകൂടി ഓർത്തിരിക്കുക. 51 ചോദ്യം. OTTയുടെ പൂർണ്ണരൂപം. OTTയുടെ പൂർണ്ണരൂപം. ഉത്തരം ഓവർ ദി ടോപ്പ്. ഓപ്ഷൻ എ, ഓവർ ദി ടോപ്പ്. ഇന്റർനെറ്റ് വഴി നേരിട്ട് കാഴ്ചക്കാരിലേക്ക് എത്തുന്ന മീഡിയ സേവനങ്ങളെയാണ് ഓവർ ദി ടോപ്പ് അഥവാ OTT എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം എന്നിവ ഉൾപ്പെടുന്നു. 52. കേരളത്തിലെ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഒളിമ്പിക്സ് മെഡൽ ജേതാവിനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത്? കേരളത്തിന് എത്ര വർഷങ്ങൾക്കു ശേഷമാണ് ഒരു ഒളിമ്പിക്സ് മെഡൽ ജേതാവിനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത്? ഉത്തരം ഓപ്ഷൻ സി, 49 വർഷം. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ മാനുവൽ ഫെഡറിക് മെഡൽ നേടിയതിനു ശേഷം 49 വർഷം കഴിഞ്ഞ് 2021 ടോക്കിയോ ഒളിമ്പിക്സിലൂടെയാണ് PR ശ്രീജേഷ് കേരളത്തിന് ഹോക്കിയിൽ നിന്നൊരു
ഒളിമ്പിക്സ് മെഡൽ എത്തിച്ചത്. അടുത്തത് 53-ാമത്തെ ചോദ്യം. ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാക്കുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം. ഉത്തരം ഓപ്ഷൻ ബി ചെറുകുടൽ. ഓപ്ഷൻ ബി ചെറുകുടൽ. ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാക്കുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം ചെറുകുടലാണ്. ഭക്ഷണത്തിന്റെ ദഹനം പൂർത്തിയാക്കുന്നതും പോഷകങ്ങൾ ആഗീകരണം ചെയ്യപ്പെടുന്നതും കുടലിൽ വെച്ചിട്ടാണ്, ചെറുകുടലിൽ വെച്ചിട്ടാണ്. അടുത്തത് 54. കാഴ്ചയുമായി ബന്ധപ്പെട്ട ജീവകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ജീവകം എ. കാഴ്ചയുമായി ബന്ധപ്പെട്ട ജീവകം എ ആണ്. ജീവകം എയുടെ കുറവ് മൂലം നിശാന്തതയ്ക്ക് കാരണമാകുന്നു. 55. സങ്കര ഇനത്തിൽപ്പെട്ട നെല്ല് ഏതാണ്? സങ്കര ഇനത്തിൽപ്പെട്ട നെല്ല് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി പവിത്ര. ഓപ്ഷൻ ഡി പവിത്ര. തവിട്ട് നിറമുള്ള അരി ലഭിക്കുന്ന ഒരു സങ്കര ഇനം നെല്ലാണ് പവിത്ര. അടുത്ത ചോദ്യം 56-ാമത്തെ ചോദ്യം. പെരിയാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവി. പെരിയാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആന. ഓപ്ഷൻ എ ആനയാണ് ഉത്തരം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ. ഇതൊരു പ്രശസ്ത കടുവാ സങ്കേതം കൂടിയാണ്. തേക്കടി സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. അടുത്തത് 57. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നം. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നം ഓപ്ഷൻ ബി ഗ്ലൂക്കോസ് ആണ്. ഓപ്ഷൻ ബി ഗ്ലൂക്കോസ്. സസ്യങ്ങൾ സൂര്യപ്രകാശം ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണിത്. ഈ പ്രക്രിയയുടെ ഉപ ഉൽപ്പന്നമായിട്ട് ഓക്സിജൻ പുറത്തുവിടുന്നു. പച്ചിലകളിലെ ഹരിതകമാണ് ഇതിന് സഹായിക്കുന്നത്. ക്ലോറോഫിലാണ് സഹായിക്കുന്നത്. 58. കേരളത്തിൽ ആദ്യം നിപ്പ റിപ്പോർട്ട് ചെയ്ത ജില്ല ഓപ്ഷൻ ഡി കോഴിക്കോടാണ്. അടുത്തത് 59-ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ കോവിഡ് വാക്സിൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ജോൺസൺ ആൻഡ് ജോൺസൺ. ഓപ്ഷൻ എ ജോൺസൺ ആൻഡ് ജോൺസൺ. BCG വാക്സിൻ ക്ഷയരോഗത്തിനെതിരെ നൽകുന്നതാണ്. DPT വാക്സിൻ ഡിഫ്തീരിയ, പെർട്ടൂണിസ്, വില്ലൻ ചുമ അഥവാ ടെറ്റനസിന് എതിരായിട്ട് എടുക്കുന്നതാണ് DPT വാക്സിൻ. ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഡോസ് കോവിഡ് വാക്സിൻ ആണെന്ന് ഓർത്തിരിക്കുക. 60-ാമത്തെ ചോദ്യം. ആറ്റോമിക നമ്പർ 13ഉം മാസ് നമ്പർ 22ഉമായ ഒരു ആറ്റത്തിൽ എത്ര ന്യൂട്രോണുകൾ ഉണ്ട്? ആറ്റോമിക നമ്പർ 13ഉം മാസ് നമ്പർ 22ഉമായ ഒരു ആറ്റത്തിൽ എത്ര ന്യൂട്രോണുകളാണ് ഉള്ളത്? ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടെത്തേണ്ട വിധം മാസ് നമ്പറിൽ നിന്നും ആറ്റോമിക നമ്പർ കുറയ്ക്കുക. മാസ് നമ്പറിൽ നിന്നും ആറ്റോമിക നമ്പർ കുറയ്ക്കുമ്പോൾ നമുക്ക് ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 9 ആണ്. ഓപ്ഷൻ ബി 9 ആണ് ഉത്തരം വരുന്നത്. അടുത്തത് 61-ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ സംക്രമണ മൂലകം അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ സംക്രമ മൂലകം അല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി കാൽസ്യം. ഓപ്ഷൻ ഡി കാൽസ്യം. 62-ാമത്തെ ചോദ്യം. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. ഉത്തരം ഓപ്ഷൻ സി അൽനിക്കോ. ഓപ്ഷൻ സി അൽനിക്കോയാണ് ഉത്തരം. അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് എന്നിവ ചേർന്ന ലോഹസങ്കരമാണിത്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാനാണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. 63-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി മൈക്രോഫോൺ ആണ്. ഓപ്ഷൻ സി മൈക്രോഫോൺ. കാരണം ഇലക്ട്രിക് മോട്ടോർ, ഫാൻ, ലൗഡ് സ്പീക്കർ എന്നിവ വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നാൽ മൈക്രോഫോൺ പ്രവർത്തിക്കുന്നത് വൈദ്യുത കാന്തിക പ്രേരണ വഴിയാണ്. അതായത് ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി ഇവിടെ മാറ്റുകയാണ് ചെയ്യുന്നത്. അടുത്തത് 64-ാമത്തെ ചോദ്യം. ക്യാറ്റനേഷൻ എന്ന പദം ഏത് മൂലകത്തിന്റെ പ്രത്യേക സ്വഭാവമാണ്? ക്യാറ്റനേഷൻ എന്ന പദം ഏത് മൂലകത്തിന്റെ പ്രത്യേക സ്വഭാവമാണ്? ഉത്തരം ഓപ്ഷൻ എ കാർബൺ. ഓപ്ഷൻ എ കാർബൺ. ഒരു മൂലകത്തിന്റെ ആറ്റങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് നീണ്ട വലകളോ ശൃംഖലകളോ ഉണ്ടാക്കാനുള്ള കഴിവിനെയാണ് ക്യാറ്റനേഷൻ എന്ന് പറയുന്നത്. കാർബണിനാണ് ഏറ്റവും കൂടുതൽ ക്യാറ്റനേഷൻ ശേഷിയുള്ളത്. 65-ാമത്തെ ചോദ്യം. നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള പഠനം 5 വർഷം പൂർത്തിയാക്കിയ ഇന്ത്യൻ സാറ്റലൈറ്റ്. നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള പഠനം 5 വർഷം പൂർത്തിയാക്കിയ ഇന്ത്യൻ സാറ്റലൈറ്റ്. ഉത്തരം ഓപ്ഷൻ ബി ആസ്ട്രോസാറ്റ്. ഓപ്ഷൻ ബി ആസ്ട്രോസാറ്റ്. ഭാരതത്തിന്റെ ആദ്യത്തെ മൾട്ടി വേവ് ലെങ്ത് ബഹിരാകാശ നിരീക്ഷണ നിലയമാണിത്. 2015 സെപ്റ്റംബർ 28-നാണിത് വിക്ഷേപിച്ചത്. 2015 സെപ്റ്റംബർ
28-നാണ് ഇത് വിക്ഷേപിച്ചത്. 66-ാമത്തെ ചോദ്യം. 2020 ഭൗതികശാസ്ത്രത്തിൽ നൊബേൽ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്ത വിഷയം. ഉത്തരം ഓപ്ഷൻ സി തമോഗർത്തം. റോജർ പെൻറോസ്, റെയിൻഹാർഡ് ജെസൽ, ആൻഡ്രിയ ഗസ് എന്നിവർക്കായിരുന്നു ഈ പുരസ്കാരം ലഭിച്ചത്. 67-ാമത്തെ ചോദ്യം. ലോകാരോഗ്യ സംഘടന വഴി വസൂരി രോഗം നിർമ്മാർജ്ജനം പ്രഖ്യാപിച്ചത് എന്നാണ്. ഉത്തരം ഓപ്ഷൻ എ 1980 മെയ് 8-നാണ്. ലോകത്തു നിന്നും പൂർണ്ണമായും തുടച്ചു നീർക്കപ്പെട്ട ആദ്യത്തെ പകർച്ചവ്യാധിയാണ് വസൂരി. വസൂരി വാക്സിൻ കണ്ടെത്തിയത് എഡ്വേർഡ് ജെന്നറാണ്. 68-ാമത്തെ ചോദ്യം. കൊഴുപ്പിൽ ലയിക്കാത്ത ജീവകം. കൊഴുപ്പിൽ ലയിക്കാത്ത ജീവകം. ഉത്തരം ഓപ്ഷൻ ഡി ജീവകം സി. ജീവകം സി ആണ് കൊഴുപ്പിൽ ലയിക്കാത്തവ. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് ജീവകം എ, ഡി, ഇ, കെ എന്നിവ. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് ബിയും സിയും. ജീവകം സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കിർവി. 69-ാമത്തെ ചോദ്യം. വൈറസ് മൂലം പകരുന്ന സാംക്രമിക രോഗം. വൈറസ് മൂലം പകരുന്ന സാംക്രമിക രോഗമാണ് ഓപ്ഷൻ ബി ഇൻഫ്ലുവൻസ. ഓപ്ഷൻ ബി ഇൻഫ്ലുവൻസ. ഡിഫ്തീരിയ, കുഷ്ഠം എന്നിവ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്. മന്ത് പരത്തുന്നത് അഥവാ ഫൈലേറിയ പരത്തുന്നത് ക്യൂലെക്സ് കൊതുകുകൾ വഴിയാണ്. 70-ാമത്തെ ചോദ്യം. കുരങ്ങുപനിയായി അറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. കാനസൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നാണ് അറിയപ്പെടുന്നത്. കാനസൂർ ഫോറസ്റ്റ് ഡിസീസ് ഇതൊരു വൈറസ് രോഗമാണ്. കർണാടകയിലെ ഷിമോഗ ജില്ലയിലെ കാനസൂർ മേഖലയിലാണ് ഇതാദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. 71-ാമത്തെ ചോദ്യം. ലോക കൈകഴുകൽ ദിനം. ലോക കൈകഴുകൽ ദിനം. ഉത്തരം ഒക്ടോബർ 15. ഓപ്ഷൻ ബി ഒക്ടോബർ 15 ആണ് ലോക കൈകഴുകൽ ദിനം. ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര ദിനമാണ്. അതുപോലെ തന്നെ ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം കൂടിയാണ്. 72-ാമത്തെ ചോദ്യം. ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി പൂനെ. ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴയിലാണ്. 73-ാമത്തെ ചോദ്യം. DPT അഥവാ ട്രിപ്പിൾ ആൻറ്റിജൻ ഏതെല്ലാം രോഗങ്ങൾക്കുള്ള വാക്സിനാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഡിഫ്തീരിയ, ടെറ്റനസ്, വില്ലൻചുമ. ഓപ്ഷൻ ബി ഡിഫ്തീരിയ, ടെറ്റനസ്, വില്ലൻചുമ. ഇതിനെ ട്രിപ്പിൾ ആൻറ്റിജൻ എന്ന് വിളിക്കുന്നു. പെർട്ടൂണിസിസ് എന്ന് പറഞ്ഞാൽ വില്ലൻചുമയാണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം ഏതാണ്? താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. അർബുദം, പ്രമേഹം, പക്ഷാഘാതം. അർബുദം, പ്രമേഹം, പക്ഷാഘാതം എന്നിവയാണ് ജീവിതശൈലി രോഗം. തെറ്റായ ഭക്ഷണ രീതി, വ്യായാമക്കുറവ്, മാനസിക സമ്മർദ്ദം എന്നിവയാണ് ഇത്തരം രോഗങ്ങൾക്ക് പ്രധാന കാരണം. രക്തസമ്മർദ്ദം, ഹൃദ്രോഗം എന്നിവയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ട്. 75-ാമത്തെ ചോദ്യം. കേരള സർക്കാരിൻ്റെ അവയവദാന പരിപാടി. ഉത്തരം ഓപ്ഷൻ സി മൃതസഞ്ജീവനി. കേരള സർക്കാരിൻ്റെ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി. 2012-ലാണ് ഇത് ആരംഭിച്ചത്. 76 വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ പരിഹരിക്കുന്നതിനായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതി. വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ പരിഹരിക്കുന്നതിനായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം. അതുപോലെ തന്നെ ആരോഗ്യ സേവനങ്ങൾ ജനസൗഹൃദമാക്കാനും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്താനും ലക്ഷ്യമിട്ടതാണ് ആർദ്രം മിഷൻ എന്നുകൂടി ഓർത്തിരിക്കുക. 77-ാമത്തെ ചോദ്യം. ഇപ്പോഴത്തെ കേരള ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി. ഉത്തരം ഓപ്ഷൻ ബി വീണ ജോർജ്. ശ്രീമതി വീണ ജോർജ് ആണ് ഉത്തരം. 2023 പ്രകാരമാണ് ഉത്തരം വീണ ജോർജ് ആയത്. അടുത്തത് 78-ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ഡി കേരളം. ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊറോണ വൈറസ് കേരളത്തിലാണ് റിപ്പോർട്ട് ചെയ്തത്. അടുത്ത ചോദ്യം. 79 TPRന്റെ പൂർണ്ണരൂപം. TPRന്റെ പൂർണ്ണരൂപം. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. ഓപ്ഷൻ ഡി ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് എന്നാണ് TPRന്റെ പൂർണ്ണരൂപം.
COVID-19 മഹാമാരിയുടെ സമയത്ത് രോഗവ്യാപന തോത് അളക്കാൻ വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പദമാണിത്. പരിശോധിക്കുന്ന ആകെ സാമ്പിളുകളിൽ എത്ര ശതമാനം പോസിറ്റീവ് ആകുന്നു എന്ന് കണ്ടെത്താനാണ് ഇത് ഉപയോഗിക്കുന്നത്. 81-ാമത്തെ ചോദ്യം. 2021 ലോകാരോഗ്യ ദിന സന്ദേശം. 2021 ലോകാരോഗ്യ സന്ദേശം. ഉത്തരം ഓപ്ഷൻ എ, ബിൽഡിംഗ് എ ഫേവർ ഹെൽത്തിയർ വേൾഡ്. ബിൽഡിംഗ് എ ഫേവർ ഹെൽത്തിയർ വേൾഡ് എന്നതാണ് 2021 ലോകാരോഗ്യ ദിന സന്ദേശം. എല്ലാ വർഷവും ഏപ്രിൽ 7-നാണ് ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത്. 1948 ഏപ്രിൽ 7-നാണ് ലോകാരോഗ്യ സംഘടന രൂപീകൃതമായത്. ഇതിൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ്. 81-ാമത്തെ ചോദ്യം മുതൽ മാത്സിന്റെ ചോദ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് നോക്കാം. 81-ാമത്തെ ചോദ്യമാണ്. ഏതെങ്കിലും ചോദ്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. എളുപ്പത്തിലുള്ള ചോദ്യങ്ങൾ മാത്രം ഇവിടെ ചെയ്തു കൊടുത്തിട്ടില്ല. ബാക്കി ചെയ്യാനുള്ളവയെല്ലാം തന്നെ ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ചോദ്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാം. ചോദ്യം നോക്കാം. 4 + 9 ഇൻറ്റു 4 - 2 ഇൻറ്റു 5 + 8 എത്ര? ബോട്ട് മാസ് പ്രകാരം ചെയ്യേണ്ട ചോദ്യമാണിത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 26 ആണ്. ഓപ്ഷൻ ബി 26 എന്നാണ് ഉത്തരം. ഇവിടെ ക്വസ്റ്റ്യൻ്റെ അവിടെ നിങ്ങൾക്കൊരു മൈനസ് കാണാം. അത് ചോദ്യം തന്നിട്ട് അതിന് സെമികോളൻ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. അത് മൈനസ് എന്ന് കണക്കാക്കരുത്. അതൊന്ന് ശ്രദ്ധിച്ചു പോണേ. ക്വസ്റ്റ്യൻ 81 എന്നിട്ടിട്ട് 2 കോളനും ഒരു ഹൈഫനും ഇട്ടിരിക്കുന്നതാണ്. ചോദ്യം ബ്രാക്കറ്റിന് മുന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ ചോദ്യത്തിലും നിങ്ങൾക്ക് ഇങ്ങനൊരു ഇത് കാണാം. അത് നെഗറ്റീവ് ആണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അപ്പം 81-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി 26 ആണ്. അടുത്തത് 82-ാമത്തെ ചോദ്യം. മായയുടെ ഒരാഴ്ചയിലെ ആകെ വരുമാനം 6027 രൂപയായാൽ മായയുടെ ശരാശരി വരുമാനം എത്ര രൂപയാണ്? മായയുടെ ഒരാഴ്ചയിലുള്ള വരുമാനം 6027 രൂപയാണ് ഒരാഴ്ച. അങ്ങനെയാണെങ്കിൽ മായയുടെ ശരാശരി വരുമാനം എത്ര രൂപയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരാശരി കാണാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ശരാശരി കാണാൻ തുക ബൈ എണ്ണമാണ്. തുക എത്രയാണ്? 6027. എണ്ണം എന്ന് പറയുന്നത് ഒരാഴ്ച എന്ന് പറയുന്നത് 7 ദിവസമാണ്. അപ്പോൾ 7 എണ്ണം = 861 രൂപ. ഉത്തരം ഓപ്ഷൻ ഡി 861. ഓപ്ഷൻ ഡി 861. 83-ാമത്തെ ചോദ്യം. 0.12ന്റെ വർഗം എത്രയാണ്? 0.12ന്റെ വർഗം എത്രയാണ്? എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? 0.12 ഇൻറ്റു 0.12 ചെയ്യുക. ഉത്തരം നമുക്ക് ഓപ്ഷൻ സി 0.0144 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം. അതായത് 0.12ന്റെ സ്ക്വയർ ചെയ്യുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. വർഗം കാണാൻ പറഞ്ഞാൽ സ്ക്വയർ ആണ് ചെയ്യേണ്ടത്. എന്നിട്ട് ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം നോക്കിയിട്ട് ഉത്തരത്തിലേക്ക് എത്തുക. 84-ാമത്തെ ചോദ്യം. 15 ലിറ്റർ വെള്ളം 3/4 ലിറ്റർ വീതമുള്ള കുപ്പികളിലാക്കണം. എത്ര കുപ്പി വേണം? 15 ലിറ്റർ വെള്ളം 3/4 ലിറ്റർ വീതമുള്ള കുപ്പികളിലാക്കണം. എത്ര കുപ്പി വേണം? ഈസിയാണ്. 15നെ 15/3/4 എന്നിടും. അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 × 4/3 = 20. ഓപ്ഷൻ എ 20 എന്ന് കിട്ടും. ഓപ്ഷൻ എ 20. 85-ാമത്തെ ചോദ്യം. ശാന്തി 4600 രൂപയ്ക്ക് വാങ്ങിയ അലമാരി 4968 രൂപയ്ക്ക് വിറ്റു. അങ്ങനെയെങ്കിൽ ലാഭം എത്ര ശതമാനമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ലാഭശതമാനം കാണാനുള്ള ഇക്വേഷനാണ് നമുക്ക് വേണ്ടത്. ലാഭശതമാനം കാണാൻ ലാഭശതമാനം = ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ആണ്. ലാഭം എങ്ങനെ കണ്ടുപിടിക്കാം? വാങ്ങിയ വിലയിൽ നിന്നും വിറ്റ വില കുറച്ചു. ഉത്തരം നമുക്ക് ലാഭമായിട്ട് 368 എന്ന് കിട്ടി. ലാഭം 368 രൂപ കിട്ടി. ലാഭശതമാനം കാണാൻ വേണ്ടി 368 ഡിവൈഡഡ് ബൈ 4600 ഇൻറ്റു 100 8%. ഓപ്ഷൻ ഡി 8% എന്ന് ഉത്തരം കിട്ടുന്നു. അടുത്തത് 86-ാമത്തെ ചോദ്യമാണ്. 0.101 ഇൻറ്റു 0.1
001 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദശാംശ സംഖ്യകളുടെ ഗുണനമാണ് ചെയ്യേണ്ടത്. ഉത്തരത്തിലേക്ക് എത്തിയതിനു ശേഷം ദശാംശ സംഖ്യകൾ സ്ഥാനം നോക്കി കുത്തിടാനായിട്ട് ശ്രദ്ധിക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇവിടെ ദശാംശ സ്ഥാനം കഴിഞ്ഞ് 3 സംഖ്യകളുണ്ട്. ഇവിടെയും ദശാംശ സ്ഥാനം കഴിഞ്ഞ് 3 സംഖ്യകളുണ്ട്. അപ്പോൾ ഉത്തരത്തിലേക്ക് വരുമ്പം ദശാംശ സ്ഥാനം കഴിഞ്ഞിട്ട് 6 അക്കങ്ങളാണ് വരേണ്ടത്. നോക്കുക, 0.000101 എന്നതാണ് ഉത്തരം. 87ാമത്തെ ചോദ്യം. സമചതുരാകൃതിയായ ഒരു സ്ഥലത്തിന് 256 ചതുരശ്ര മീറ്റർ പരപ്പളവാണുള്ളത്. ഇതിന്റെ ഒരു വശത്തിന് എത്ര മീറ്റർ നീളമുണ്ട്? സമചതുരാകൃതിയായ ഒരു സ്ഥലത്തിന് 256 ചതുരശ്ര മീറ്റർ പരപ്പളവാണുള്ളത്. ഇതിന്റെ ഒരു വശത്തിന് എത്ര മീറ്റർ നീളമുണ്ട് എന്നാണ് ചോദ്യം. നമുക്കറിയാം, പരപ്പളവ് എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ആണ്. ഇവിടെ എ സ്ക്വയർ 256 ചതുരശ്ര മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഒരു വശം എന്ന് പറയുന്നത് എ ആണ്. എ കാണാൻ എന്ത് ചെയ്യണം? √256. ഉത്തരം 16 മീറ്റർ എന്ന് കിട്ടും. ഓപ്ഷൻ ബി 16 എന്ന് ഉത്തരം കിട്ടും. ഓപ്ഷൻ ബി 16. 88ാമത്തെ ചോദ്യം. ഓണാഘോഷത്തിന്റെ ഭാഗമായി ഒരു കടയിൽ പച്ചയും നീലയും ബൾബുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. പച്ച ബൾബ് 12 മിനിറ്റ് ഇടവിട്ടും നീല ബൾബ് 20 മിനിറ്റ് ഇടവിട്ടും പ്രകാശിക്കും. ഇവ ഒരുമിച്ച് 6 PM പ്രകാശിച്ചെങ്കിൽ വീണ്ടും ഒരുമിച്ച് എപ്പോൾ പ്രകാശിക്കും? നമുക്കറിയാം, LCM വെച്ചിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു ചോദ്യമാണിത്. ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഒരു കടയിൽ പച്ചയും നീലയും ബൾബുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. പച്ച ബൾബ് 12 മിനിറ്റ് ഇടവിട്ടും നീല ബൾബ് 20 മിനിറ്റ് ഇടവിട്ടും പ്രകാശിക്കും. ഇവ ഒരുമിച്ച് 6 മണിക്ക് പ്രകാശിച്ചെങ്കിൽ, വൈകുന്നേരം 6 PM പ്രകാശിച്ചെങ്കിൽ ഒരുമിച്ച് ഇനി എപ്പോൾ ആണ് വീണ്ടും ഒരുമിച്ച് പ്രകാശിക്കുന്നതെന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ ഈ 12ന്റെയും 20ന്റെയും LCM കാണുക, ലസാഗു കാണുക. ലസാഗു നമുക്ക് 60 എന്ന് കിട്ടും. 12ന്റെയും 20ന്റെയും ലസാഗു നമുക്ക് 60 എന്ന് ഉത്തരം കിട്ടും. 60 എന്ന് പറഞ്ഞാൽ എന്താണ്? 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മണിക്കൂറാണ് അല്ലേ? 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ അല്ലേ? അപ്പം 6 PM ഒരുമിച്ച് തെളിഞ്ഞു. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞ്, അതായത് 7 PM വീണ്ടും ഇത് ഒരുമിച്ച് പ്രകാശിക്കുന്നത്. ഓപ്ഷൻ സി 7 PM ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഈസിയാണ്. 12ന്റെയും 20ന്റെയും LCM കാണുക എന്നതുള്ളതാണ് ഇവിടുത്തെ ടാസ്ക്. നമുക്ക് അത് രണ്ടും കണ്ടുപിടിച്ചാൽ 60 എന്ന് കിട്ടും. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മണിക്കൂറാണ്. അപ്പം 6 PM തെളിഞ്ഞാൽ പിന്നെ അടുത്തത് 7 PM ആയിരിക്കും ഒരുമിച്ച് രണ്ടും കൂടി തെളിയുന്നത്. അടുത്ത ചോദ്യം 89ാമത്തെ ചോദ്യമാണ്. ഒരു കാർ 3 മണിക്കൂർ സമയം 40 km/മണിക്കൂർ ശരാശരി വേഗതയിലും പിന്നീടുള്ള 4 മണിക്കൂർ സമയം 50 km/മണിക്കൂർ ശരാശരി വേഗതയിലും സഞ്ചരിച്ചാൽ ആ കാർ ആകെ എത്ര ദൂരം സഞ്ചരിച്ചു? കാണാൻ എളുപ്പമാണ്. ആദ്യത്തെ ദൂരം എത്രയാണ്? 3 മണിക്കൂർ 40 km/മണിക്കൂർ വേഗതയിലാണ് പോയത്. അപ്പം 3 × 40 120 കിലോമീറ്റർ എന്ന് കിട്ടും. രണ്ടാമത്തെ ദൂരം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? രണ്ടാമത്തെ ദൂരം എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? 4 മണിക്കൂറും, ശ്രദ്ധിക്കുക, 4 മണിക്കൂർ സമയവും 50 km/മണിക്കൂറും എന്നാണ് പറഞ്ഞത്. അപ്പൊ 4 × 50 200 കിലോമീറ്റർ. ഇനി ആകെ ദൂരം എങ്ങനെ കണ്ടുപിടിച്ചു? രണ്ട് ദൂരവും കിട്ടി. ആദ്യത്തെ ദൂരവും രണ്ടാമത്തെ ദൂരവും കിട്ടി. അങ്ങനെയാണെങ്കിൽ ആകെ ദൂരം കാണാൻ വേണ്ടി 120 + 200 320 കിലോമീറ്റർ. ഓപ്ഷൻ ബി 320 കിലോമീറ്റർ ആണ് ഉത്തരം. അടുത്ത 90ാമത്തെ ചോദ്യം. മനുവിന് 16 ലിറ്ററും അമലിന് 20 ലിറ്ററും വെളിച്ചെണ്ണ വേണം. കടയുടമ റഹീമിന്റെ കയ്യിൽ എല്ലാ അളവുകളും അളക്കാൻ കഴിയുന്ന പാത്രങ്ങളുണ്ട്. രണ്ടു പേർക്കും അളന്നു നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ പാത്രത്തിന്റെ അളവ് എത്ര ലിറ്റർ ആണ്? മനുവിന് 16 ലിറ്റർ വേണം, അമലിന് 20 ലിറ്ററുമാണ് വെളിച്ചെണ്ണ വേണ്ടത്. കടയുടമ റഹീമിന്റെ കയ്യിൽ എല്ലാ അളവുകളും അളക്കാൻ കഴിയുന്ന പാത്രങ്ങളുണ്ട്. രണ്ടു പേർക്കും അളന്നു നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ പാത്രത്തിന്റെ അളവ് എത്ര? ഇങ്ങനെയുള്ള ചോദ്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ 16ന്റെയും 20ന്റെയും HCF ആണ് കാണേണ്ടത്. ഉസാഗ കാണുക. HCF ആണ് കാണേണ്ടത്. HCF കാണുമ്പോൾ എത്ര കിട്ടും നമുക്ക്? ഓപ്ഷൻ എ 4 എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? 16ന്റെയും 20ന്റെയും HCF ആണ് കാണേണ്ടത്. രണ്ടും കൂടെ നോക്കുമ്പോൾ നമുക്ക് ഉത്തരം ഓപ്ഷൻ എ 4 എന്ന് കിട്ടും. ഏറ്റവും വലിയ പൊതു ഘടകമാണ് HCF. HCF ആണ് ഉത്തരമായിട്ട് വരുന്നത്.
ക്വസ്റ്റ്യൻ 91 4, 16, 36, 64 ഡാഷ്. ഒരു ശ്രേണി ചോദ്യമാണ് തന്നിട്ടുള്ളത്. 4, 16, 36, 64 എങ്ങനെയാണ്? ഓരോ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം നോക്കുക. 4 4 സ്ക്വയർ എന്ന് പറയുന്നതാണ് 16. നമുക്കറിയാം 4 സ്ക്വയർ 16 ആണ്. അതുപോലെ തന്നെ അടുത്തത് നോക്കിയേ, 4 സ്ക്വയർ 16 ആയി. അടുത്തത് 6 സ്ക്വയർ എത്രയാണ്? 6 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 36 ആണ്. 6 6 36 അല്ലേ? അപ്പൊ 36. 6 സ്ക്വയർ എന്ന് പറയുന്നത് 36 ആണ്. അടുത്തത് അപ്പൊ വരുന്നത് 64 വരണമെങ്കിൽ എന്തായിരിക്കും? 8 സ്ക്വയർ ആണ്. 8 സ്ക്വയർ 64 വന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ഡാഷ് എത്രയായിരിക്കും? 4, 6, 8. അപ്പൊ 10 സ്ക്വയർ. 10 സ്ക്വയർ ആണ് നമുക്ക് അടുത്തത് നോക്കേണ്ടത്. 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 100 ആണ്. ഓപ്ഷൻ ഡി 100 എന്നതാണ് ഉത്തരം. ഓപ്ഷൻ ഡി 100. അടുത്തത് 92ാമത്തെ ചോദ്യം. സ്കൂൾ അസംബ്ലിയിൽ 44 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഗോപികയുടെ സ്ഥാനം മുന്നിൽ നിന്ന് 21ാമതാണ് എങ്കിൽ ഗോപികയുടെ സ്ഥാനം പിന്നിൽ നിന്ന് എത്രാമതാണ്? സ്കൂൾ അസംബ്ലിയിൽ 44 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഗോപികയുടെ സ്ഥാനം മുന്നിൽ നിന്ന് 21ാമതാണെങ്കിൽ പിന്നിൽ നിന്നുള്ള ഗോപികയുടെ സ്ഥാനം എത്രാമതെന്നാണ് ചോദ്യം. ഇത് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആകെ കുട്ടികൾ മൈനസ് മുന്നിൽ നിന്നുള്ള സ്ഥാനം പ്ലസ് 1. അതായത് ആകെ കുട്ടികൾ എത്രയാണ്? 44. 44 ആണ് ആകെ കുട്ടികൾ. 44 മൈനസ് 21 ആണ് ഗോപികയുടെ സ്ഥാനം. ആകെ കുട്ടികൾ മൈനസ് മുന്നിൽ നിന്നുള്ള സ്ഥാനം പ്ലസ് 1. ഇതാണ് ഇക്വേഷൻ. ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ആകെ പിന്നിൽ നിന്നുള്ള സ്ഥാനം കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ആകെ കുട്ടികൾ മൈനസ് മുന്നിൽ നിന്നുള്ള സ്ഥാനം പ്ലസ് 1 ചെയ്യുക. ഉത്തരം നമുക്ക് ഓപ്ഷൻ സി 24 എന്ന് കിട്ടും. ഓപ്ഷൻ സി 24. 93ാമത്തെ ചോദ്യം PSC ഫൈനൽ ആൻസർ കീ പ്രകാരം ക്യാൻസൽ ചെയ്താണ്. 94 നോക്കാം. 4, 6, 12, 14, 28. ഇതും ശ്രേണി ചോദ്യമാണ്. എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് വന്നതെന്ന് നോക്കിയാൽ 4ന്റെ കൂടെ 2 കൂട്ടിയാൽ 6, 6ന്റെ കൂടെ 2 ഗുണിച്ചാൽ 12, 12ന്റെ കൂടെ 2 കൂട്ടിയാൽ 14, 14ന്റെ കൂടെ 2 ഗുണിച്ചാൽ 28. അടുത്തതപ്പോൾ വരുന്നത് 2 കൂട്ടുക. 28ന്റെ കൂടെ 2 കൂട്ടുക. ഇത് ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. 4ന്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 6 വന്നു. 6ന്റെ കൂടെ 2 ഗുണിച്ചപ്പോൾ 12 വന്നു. 12ന്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 14, 14ന്റെ കൂടെ 2 ഗുണിച്ചപ്പോൾ 28. അപ്പൊ നോക്കുക, പ്ലസ് 2 ഗുണനം 2, പ്ലസ് 2 ഗുണനം 2. അടുത്തത് അപ്പോൾ വരേണ്ടത് പ്ലസ് 2 ആണ്. ഉത്തരം ഓപ്ഷൻ ബി 30 എന്നാണ് വരുന്നത്. ഓപ്ഷൻ ബി 30. 95ാമത്തെ ചോദ്യം. A ഈക്വൽ ടു ഗുണനം, B ഈക്വൽ ടു മൈനസ്, C ഈക്വൽ ടു പ്ലസ്, D ഈക്വൽ ടു ഹരണം എങ്കിൽ 15A 8C 17B 24D 3 എത്രയെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ 129 ആണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ എ 129. അടുത്തത് 96ാമത്തെ ചോദ്യം. ടെമ്പറേച്ചർ എന്ന വാക്കിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കാൻ സാധിക്കാത്ത വാക്ക് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ടെമ്പിൾ. ഓപ്ഷൻ ഡി ടെമ്പിൾ. ഇതിനകത്ത് എൽ എന്ന് പറയുന്ന ലെറ്റർ ടെമ്പറേച്ചറിനകത്ത് ഉൾപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ടെമ്പിള് ഉത്തരം വന്നിട്ടുള്ളത്. ടെമ്പിൾ ആണ് ഉത്തരം. 97ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളത്? ഈ ചോദ്യം PSC ഫൈനൽ ആൻസർ കീ പ്രകാരം ക്യാൻസൽ ചെയ്താണ്. നമുക്ക് 98 നോക്കാം. രാമുവിന്റെ അമ്മയുടെ വയസ്സ് രാമുവിന്റെ വയസ്സിന്റെ 2 മടങ്ങിനേക്കാൾ 3 കൂടുതലാണ്. അമ്മയുടെ വയസ്സ് 47 ആയാൽ രാമുവിന്റെ വയസ്സ് എത്ര? ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നമുക്കറിയാം, നമ്മളിവിടെ രാമുവിന്റെ വയസ്സ് X എന്ന് എടുത്തു. ഇനി രാമുവിന്റെ വയസ്സിനെ പറ്റി ഒന്നുമേ പറഞ്ഞിട്ടില്ല. അപ്പൊ രാമുവിന്റെ വയസ്സ് നമ്മൾ X എന്ന് എടുത്തു. രാമു ആണ്, രാഹുൽ അല്ല. ഇവിടെ രാമു ആണ്. ഓക്കെ, രാമുവിന്റെ വയസ്സ് X എന്ന് എടുത്തു. ഇനി രാമുവിന്റെ അമ്മയുടെ വയസ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ വയസ്സ് എങ്ങനെയാണ്? രാമുവിന്റെ വയസ്സിന്റെ 2 മടങ്ങിനേക്കാൾ 3 കൂടുതലാണ്. 2 മടങ്ങിനേക്കാൾ 3 കൂടുതൽ എന്ന് പറഞ്ഞാൽ രാഹുലിന്റെ വയസ്സ് X ആണെങ്കിൽ അമ്മയുടെ വയസ്സ് 2x + 3 ആണ്. 2 മടങ്ങിനേക്കാൾ 3 കൂടുതൽ എന്ന് പറയുന്നത് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 47 ആന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതും കിട്ടി. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും
2x കണ്ടോ, 2x + 3 = 47, 47. ഇതിൽ നിന്ന് 2x പുറത്തേക്ക് എടുത്തു, 47 - 3 44. ഇപ്പൊ 2x = 44 ആയാൽ എക്സിന്റെ വാല്യൂ എങ്ങനെയാണ്? 44/2 22. അപ്പൊ രാമുവിന്റെ വയസ്സ് ഓപ്ഷൻ ബി 22 ആണ്. ഓപ്ഷൻ ബി 22. 99ാമത്തെ ചോദ്യം. 5:128 ആയാൽ 6:– എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആദ്യത്തെ സംഖ്യയുടെ ക്യൂബിനോട് കൂട്ടിയതാണ് രണ്ടാമത്തെ സംഖ്യ. അതായത് 5 ക്യൂബിനോട് 5 ക്യൂബ് + 3 ആണ് എന്നത് പറയുന്നത് 128 എന്ന് പറയുന്നത്. 128. ഇതാണ് ഇതിന്റെ ബന്ധം. 5 ക്യൂബിനോട് 3 കൂട്ടിയതാണ് 128. അങ്ങനെയാണെങ്കിൽ 6ന്റെ ചെയ്യാൻ പറ്റുമല്ലോ. എന്താണ്? 6 ക്യൂബ് 6 ക്യൂബിനോട് എത്ര കൂട്ടണം? 3 കൂട്ടണം. ഉത്തരം നമുക്ക് എത്ര കിട്ടും? ഓപ്ഷൻ എ 219 എന്ന് കിട്ടും. ഓപ്ഷൻ എ 219. 5 ക്യൂബിനോട് 3 കൂട്ടിയപ്പോൾ 128 കിട്ടിയെങ്കിൽ 6 ക്യൂബിനോട് 3 കൂട്ടുക. ഉത്തരം നമുക്ക് 219 എന്ന് കിട്ടും. അടുത്തത് 100ാമത്തെ ചോദ്യം. ശ്രദ്ധിക്കുക. സീന ഒരിടത്ത് നിന്നും തെക്കോട്ട് 32 മീറ്റർ സഞ്ചരിച്ച ശേഷം വടക്കോട്ട് 42 മീറ്റർ സഞ്ചരിക്കുന്നു. പിന്നീട് കിഴക്കോ ദിശയിലേക്ക് തിരിഞ്ഞ് 22 മീറ്റർ സഞ്ചരിക്കുന്നു. വീണ്ടും തെക്കോട്ട് തിരിഞ്ഞ് 10 മീറ്റർ സഞ്ചരിക്കുന്നു. എന്നാൽ യാത്ര തിരിച്ചിടത്ത് നിന്നും എത്ര അകലെയാണ് സീന ഇപ്പോൾ നിൽക്കുന്നത്? കൺഫ്യൂഷൻ തോന്നാൻ സാധ്യതയുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കിയാൽ മതി, ഈസി ആയിട്ട് ഉത്തരം കിട്ടും. ഇവിടെ നോക്കിക്കേ. സീന ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, സീന ഒരിടത്ത് നിന്നും തെക്കോട്ട് 32 മീറ്റർ സഞ്ചരിച്ചു. അതായത് സീന ഇവിടെയാണ് നിൽക്കുന്നത് എന്ന് വിചാരിക്കുക. ഈ പോയിന്റിലാണ് സീന നിൽക്കുന്നത്. ഇവിടെ നിന്ന് തെക്കോട്ട് 32 മീറ്റർ സഞ്ചരിച്ചു. ഇതാ 32 മീറ്റർ തെക്കോട്ട് ഇങ്ങനെ സഞ്ചരിച്ച് ഇവിടെ എത്തി. സീന ഇവിടെ നിൽക്കുന്നു. ഈ പോയിന്റിൽ നിന്നും തെക്കോട്ട് 32 മീറ്റർ സഞ്ചരിച്ചു. സഞ്ചരിച്ചതിന് ശേഷം ക്വസ്റ്റ്യനിൽ നോക്കുക. വടക്കോട്ട് 42 മീറ്റർ സഞ്ചരിക്കുന്നു. വടക്കെന്ന് പറയുന്നത് മുകളിലോട്ടാണല്ലേ. അപ്പൊ തിരിച്ച് വീണ്ടും നടക്കുകയാ. വടക്കോട്ട് 42 മീറ്റർ. അപ്പം 32 മീറ്റർ നടന്നത് വീണ്ടും തിരിച്ച് 32 മീറ്റർ നടന്നു. പിന്നെ 42 മീറ്റർ എന്നല്ലേ പറഞ്ഞു. 32ഉം 10ഉം 42. ഇവിടെ എത്തി. വടക്കോട്ട് സഞ്ചരിച്ച് 42 മീറ്റർ എത്തി ഇവിടെ നിൽക്കുന്നു. പിന്നീട് കിഴക്ക് ദിശയിലേക്ക്, ചോദ്യത്തിൽ നോക്കുക, പിന്നീട് കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് 22 മീറ്റർ സഞ്ചരിക്കുന്നു. ഇവിടെ നിന്നും കിഴക്ക് ദിശയിലേക്ക് സഞ്ചരിച്ച് 22 മീറ്റർ സഞ്ചരിച്ച് നിൽക്കുന്നു. വീണ്ടും തെക്കോട്ട്, ചോദ്യത്തിൽ നോക്കുക, വീണ്ടും തെക്കോട്ട് തിരിഞ്ഞ് 10 മീറ്റർ സഞ്ചരിക്കുന്നു. ഇവിടെ നിന്ന് വീണ്ടും തെക്കോട്ട് 10 മീറ്റർ സഞ്ചരിച്ചു. അത് കഴിഞ്ഞ് എന്താണ്? എന്നാൽ യാത്ര തിരിച്ചിടത്ത് നിന്നും എത്ര മീറ്റർ അകലത്തിലാണ് സീന ഇപ്പോൾ നിൽക്കുന്നത്? യാത്ര തിരിച്ചത് ഇവിടെ നിന്നാണ് അല്ലെ. ഇവിടെ നിന്ന് എത്ര മീറ്റർ അകലെ വന്നിരിക്കുന്നത്? നോക്കുക, 22 മീറ്റർ. സെയിം അല്ലെ, സെയിം ദൂരം അല്ലേ വന്നിരിക്കുന്നത്? 22 മീറ്റർ. നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി 22 മീറ്റർ എന്നാണ്. ശ്രദ്ധിക്കുക, സീന ഇവിടെ നിന്നാണ് യാത്ര തുടങ്ങുന്ന പോയിന്റ്. ഇവിടെ നിന്ന് തെക്കോട്ട് 32 മീറ്റർ നടന്നു. വീണ്ടും തിരിച്ച് വടക്കോട്ടെന്ന് പറയുമ്പോൾ മുകളിലേക്കാണ് പോകേണ്ടത്. മുകളിലേക്ക് തിരിഞ്ഞ് 42 മീറ്റർ. 32 മീറ്റർ നടന്നതിന് ശേഷം 10 മീറ്റർ കൂടെ നടന്നാലേ ഈ 42 മീറ്റർ കവർ ചെയ്യത്തുള്ളൂ. അവിടെ വന്നിട്ട് 22 മീറ്റർ വീണ്ടും കിഴക്കോട്ട് നടന്നു. പിന്നെ തെക്കോട്ട് തിരിഞ്ഞ് 10 മീറ്റർ നടന്ന് ഇവിടെ എത്തി നിന്നു. ഇവിടെ എത്തി നിൽക്കുക. എന്നാൽ യാത്ര തിരിച്ചിടത്ത് നിന്നും എത്ര മീറ്റർ അകലെയാണെന്ന് ചോദിക്കുമ്പോൾ ഈ ദൂരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്കറിയാം എത്രയാണ്? 22 മീറ്റർ ആണ്. ഉത്തരം ഓപ്ഷൻ ഡി 22 മീറ്റർ. അപ്പം 100 ചോദ്യങ്ങൾ നമ്മൾ കവർ ചെയ്തു. ഏതെങ്കിലും ചോദ്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായിട്ട് ഇടുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക്